എന്നെക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ് വളരെ കറക്റ്റാണ്. കാരണം എനിക്കൊരു അപകടമുണ്ടായാൽ, എനിക്ക് ലിവറുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമുണ്ടായാൽ, ഒരുപക്ഷെ നാളെ എൻ്റെ മകനായിട്ടുള്ള കാളിദാസിനോട് അത് ഒരു ലിവർ അച്ഛന് കൊടുക്കുകയും ചോദിക്കുമ്പോൾ മാനസികമായി ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ അവരതിന് തയ്യാറാവുമായിരിക്കും, പക്ഷേ പ്രായവും എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഡോക്ടർ വളരെ വലിയ കാര്യമാണ് പറഞ്ഞത്. എത്രയോ റോഡ് അപകടങ്ങൾ കൊണ്ട് എത്രയോ പേര് മരിച്ചു പോകുന്നു. അവരുടെയൊക്കെ ഈ അവയവങ്ങൾ ഉപകാരപ്രദമാവുമെങ്കിൽ അപ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ്. അതിന് രാജഗിരി ഹോസ്പിറ്റൽ തന്നെ മുന്നിട്ട് അതിനൊരു പ്രത്യേക ഒരു വിങ്ങായിട്ട് ചെയ്യാമെങ്കിൽ, അതിൻ്റെ ഒരു ഗുഡ് വിൽ അംബാസിഡറായിട്ട് എൻ്റെ മരണശേഷം എൻ്റെ ദേഹത്തു നിന്നുള്ള അവയവങ്ങൾ ആദ്യമായിട്ട് ദാനം ചെയ്തുകൊണ്ട് ഞാനതൊരു പ്രഖ്യാപനമായിട്ട് പറയുന്നു. എൻ്റെ ഏതെങ്കിലും അവയവം കൊണ്ട് മറ്റൊരാൾക്കത് ഗുണപ്രദമാവുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വെച്ച് അതെന്തെങ്കിലും ഒരു ഒപ്പിടണമെങ്കിൽ സമ്മതപത്രത്തിലും തീർച്ചയായിട്ടും ഞാൻ ഒപ്പിട്ട് തരാം. അത് ഇതിനൊരു ഒരു 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 അസോസിയേഷൻ പോലെ രൂപവൽക്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് എത്രത്തോളം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ഉണ്ടാവും ഡോക്ടർ. താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ ഫാദറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായിട്ടുള്ള ആബേൽ അച്ഛൻ്റെ ഏറ്റവും നല്ല ശിഷ്യനായിട്ട് ഒരുപാട് വർഷം അച്ഛൻ്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കലാഭവനിൽ ഞാനുള്ള കാലത്ത്, ഞാൻ സിനിമയിൽ പോലും എത്തിയിട്ടില്ല, അന്ന് കലാഭവനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വേറെ ആരും ചെയ്യേണ്ട, എനിക്ക് ജയറാം ചെയ്താൽ മതി എന്നാണ് ആബേൽ അച്ഛൻ എപ്പോഴും പറയുക. പ്രത്യേകിച്ച് കലാഭവൻ ഒരു സ്കൂൾ തുടങ്ങി. ആ കാലഘട്ടത്ത് സ്കൂൾ തുടങ്ങുമ്പോൾ, കലാഭവൻ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്കൂൾ തുടങ്ങുമ്പോൾ ആരായിരിക്കണം തറക്കല്ലിടുന്നത് എന്നുള്ളത് വലിയ തർക്കമായിരുന്നു അവിടെ. യേശുദാസ് വരണമെന്ന് പലരും പറഞ്ഞു, എം എസ് സുബ്ബലക്ഷ്മിയെ കൊണ്ടുവരണം, കമലഹാസനെ കൊണ്ടുവരണം, അങ്ങനെ പലരും ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ ആബേൽ അച്ഛൻ പറഞ്ഞു, എനിക്ക് വേറെ ആരും വേണ്ട, ജയറാം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൈ കൊണ്ടാണ് ആ സ്കൂളിന് വരെ ഞാൻ തറക്കല്ലിട്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വിശ്വാസവും സ്നേഹവും ഒക്കെയാണ്. പിന്നെ ഫാദർ പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പെരുമ്പാവൂർ. ഇന്ന് കാണുന്ന പെരുമ്പാവൂരല്ല, ഇന്ന് കാണുന്ന പെരുമ്പാവൂർക്ക് വലിയ കുറ്റങ്ങളല്ല ഞാൻ പറയുന്നത്. അന്ന് വളരെ ഗ്രാമാന്തരീക്ഷമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് നിറയെ പാടങ്ങളും വരമ്പുകളും എല്ലാം നിറഞ്ഞ വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമീണ സ്ഥലമായിരുന്നു. അങ്ങിങ്ങായി കാണുന്ന ചെറിയ ചെറിയ കടകളും വീടുകളും. എൻ്റെ കുട്ടിക്കാലം അത്ര ഒരു ഫ്ലറിഷ്ഡ് ആയിരുന്നു അവിടെ. ഇന്ന് ഒരുപാട് തിരക്ക് പിടിച്ച സ്ഥലമാണ്. എവിടെ നോക്കിയാലും അന്യസംസ്ഥാന തൊഴിലാളികളും തിരക്കുകളും എല്ലാം ആ വഴി പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. പണ്ടുണ്ടായിരുന്ന വയലുകളോ പറമ്പുകളോ ഗ്രാമാന്തരീക്ഷമോ ഒന്നും ഇപ്പോൾ അവിടെ കാണുന്നില്ല. പ്ലൈവുഡ് ഫാക്ടറികളാണ് പല സ്ഥലത്തും കാണുന്നത്. എന്തായാലും ഇന്നും എൻ്റെ നാടിനെ ഒരുപാട് സ്നേഹിക്കുകയും വാദോരാതെ സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ അവസാനിപ്പിക്കാം.